കേരള PSC പരീക്ഷകളിൽ ഉയർന്ന റാങ്കിലെത്താൻ ഉയർന്ന മാർക്ക് വേണം. ഉയർന്ന മാർക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്നത് ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. 2024 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2024 മുതൽ ഇതുവരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിക്കുന്ന ഒരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ് ഇന്നു മുതൽ. 2024 ചോദ്യങ്ങൾ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 2000 മുതൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുടെ കണക്റ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തുന്നു. കൂടാതെ അതിൻ്റെ SCRT ഭാഗവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ചോദ്യങ്ങളും വിശദീകരിച്ചത്. എന്താണ് ഇതിൻ്റെ ഗുണം? പഠിക്കാൻ തുടങ്ങുന്നവർക്കും അതുപോലെ പഠനം നന്നായി നടന്നു പോകുന്നവർക്കും രണ്ടുപേർക്കും ഗുണം ചെയ്യും. പഠിക്കാൻ തുടങ്ങുന്നവർക്ക് എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും അവരുടെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം മുൻകാല ചോദ്യങ്ങളും SCRT പാഠഭാഗത്തു നിന്ന് തന്നെയാണ് PSC പരീക്ഷകളിലെ 90% ചോദ്യങ്ങളും. നിങ്ങൾ ഏത് ചോദ്യപേപ്പറും എടുത്ത് അതിനു മുന്നേയുള്ള മുൻകാല ചോദ്യങ്ങളും SCRT ബുക്കും എടുത്ത് നോക്കൂ, 90% ചോദ്യങ്ങൾ എവിടുന്നാണ്. ബാക്കി 10% ചോദ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് ഈ വേജാറും സമയം തികയാത്തതും. ബാക്കി 10 മാർക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കാനുള്ള സമയത്തിന്റെ 1/4 സമയം മതി ഈ 90 മാർക്ക് മേടിക്കാനുള്ള ഈ മുൻകാല ചോദ്യങ്ങളിലൂടെയും SCRT ബുക്കിലൂടെയും കടന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് അതൊരൊറ്റയടിക്ക് ഇവിടെ സാധിക്കും. നന്നായി പഠിച്ചു പോകുന്നവർക്ക് എവിടെയാണ് ഇനി ഗ്യാപ്പ്, പഠിക്കാനുള്ള ഗ്യാപ്പ്, പിന്നെ പഠിച്ചത് റിവിഷൻ. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ അത് മറ്റൊരു റിവിഷൻ. അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. ഞാൻ രഘുനന്ദൻ MV, വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ സീരീസ് മാത്രമല്ല, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മറ്റ് സ്പെഷ്യൽ സീരീസുകളൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വരും. അപ്പോൾ അധിക ദിവസം അപ്ലോഡ് ചെയ്യാൻ ശ്രമം നടത്താറുണ്ട്. ക്ലാസ്സുകളും ഇതുമായി തൊഴിലുമായതുകൊണ്ട് അതിൻ്റെ തിരക്ക് വരുമ്പോൾ ചില ദിവസങ്ങൾ വരില്ല എന്ന് മാത്രം. അപ്പം നിരന്തരം തുടർച്ചയായി കാണുക. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടുകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ, പോളുകൾ, ഇത് കൂടാതെ ഒരു 8 or 9 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് ഒരു പരീക്ഷ നടത്താം, ഒരു ഓൺലൈൻ എക്സാം. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. 7 or 8 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഓരോ സീരീസിൻ്റെയും ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. ഈ ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ LDC 2024 കോട്ടയം കോഴിക്കോട് പരീക്ഷയുടെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കുളച്ചൽ യുദ്ധം, അതുപോലെ തന്നെ ഡച്ചുകാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡച്ചുകാർ കേരളത്തിന് നൽകിയ സംഭാവനകളൊക്കെ ഉൾപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിലെ 3 പ്രസ്താവനകൾ, തുടക്കത്തിലെ 3 പ്രസ്താവനകൾ SCRT ബുക്കുകൾ വായിച്ചു പോയ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. 4ാമത്തെ ചോദ്യം മുൻകാല ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ്. അതായത് ഈ 4 പ്രസ്താവനകളും മുൻകാല ചോദ്യത്തിൽ നിന്നോ മുൻകാല ചോദ്യങ്ങളാണ്. 3 എണ്ണം SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പരന്നു കിടക്കുന്നു, പക്ഷേ നമുക്കത് നിങ്ങൾക്ക് ഒന്നിച്ചു തരും. അതിൽ ആദ്യം പറയുന്നത് കുളച്ചൽ യുദ്ധം നടന്നത് 1748 എന്നുള്ളതാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ വെറുതെ അത് തെറ്റാണ് 1741 എന്ന് മാത്രം ആലോചിച്ചാൽ പോരാ. അപ്പൊ എന്താണ് കുളച്ചൽ യുദ്ധം, എന്താണ് അതിന്റെ പ്രത്യേകത, കോണ്ടെക്സ്റ്റ് വളരെ ഡീപ്പായിട്ടൊന്നും പോകണം. അപ്പൊ അതിനൊരു ചരിത്രബോധം നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ ഭൂപടത്തിലുള്ള ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളാൽ രൂപപ്പെട്ടതാണ്. ഇന്ത്യ ആകെ രൂപപ്പെട്ടതല്ല, അതിൻ്റെ ഏറ്റവും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഭൂപടം, ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും അടക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ രൂപപ്പെടലിൽ, ഇന്നത്തെ രൂപത്തിലുള്ള രൂപപ്പെടലിൽ പ്രധാന പങ്ക് വഹിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് മുഗളന്മാരുണ്ട്. മുഗളന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിയിട്ടില്ല ഭരണത്തിൽ. എന്നാൽ കേരളത്തിൽ ചേര ചോള രാജാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യമുണ്ട്. അത് ഉത്തരേന്ത്യയിലേക്ക് വല്ലാതെ പടർന്നു പോയിട്ടില്ല. പക്ഷെ ഇന്ത്യ എന്ന ബോധമുണ്ട്. നമ്മളില്ല എന്ന് പറഞ്ഞുകൂടാ. സിന്ധു നദിക്കിപ്പുറത്ത് ഒരു സംസ്കാരമായി ഇന്ത്യ എന്നുള്ളൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ പ്രദേശങ്ങളുണ്ട്.
ആ ഇന്ത്യ എന്നൊരു സാംസ്കാരിക ബോധമുണ്ട്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ ഭൂപടത്തിലുള്ള ഒരൊറ്റ രാഷ്ട്രം, അതിനൊറ്റ ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ വന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഫലമായി ആ ഉയർന്നു വന്ന ദേശീയതയാണ്. എന്താണ് ദേശീയത എന്ന് പറയുന്നത്? 10ാം ക്ലാസ്സിലെ പാഠത്തിൽ പറയുന്നുണ്ട്. നാളെ അതിൻ്റെ മറ്റേ എന്ത് ചോദിച്ചേക്കാം, ദേശീയതയുടെ ഒരു ഡെഫിനിഷൻ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വർഗ, ലിംഗ, ജാതി, മത ഭേദ വ്യത്യാസമില്ലാതെ ഒരു ജനത ഒരു പൊതു ആവശ്യത്തിനായി ഒന്നിക്കുന്നതിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ നാനാ തരത്തിലുള്ള ദുരിതത്തിലായി. തങ്ങളുടെ ദുരിതത്തിന് കാരണം ബ്രിട്ടീഷുകാരാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ പടപൊരുതാൻ നിശ്ചയിച്ചതിന്റെ ഭാഗമായുള്ള ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത, ഇന്നത്തെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതിനു മുമ്പ് ഇന്ത്യയുണ്ട്, ഒരു സാംസ്കാരികമായ ഇന്ത്യയുണ്ട്, അതല്ല പറയണത് ഇന്നത്തെ ഇന്ത്യ. അപ്പോ ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിൽ വന്നു? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ആരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്? മുഗളന്മാരുണ്ട്, പല നാട്ടുരാജാക്കന്മാരുണ്ട്. മുഗളന്മാർക്ക് മുമ്പ് രജപുത്രന്മാരുണ്ട് ചില ഭാഗങ്ങളിൽ. ഇവിടെയാണെങ്കിൽ ചേരന്മാരും ചോളന്മാരും ഉണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം സ്വരൂപങ്ങളുണ്ട്, പെരുമാളുണ്ട്. കേരളം പണ്ട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് വരുന്നു കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറുന്നത്. മുഗളന്മാരിൽ നിന്നോ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നോ ഒക്കെയുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞത് രജപുത്രന്മാർ ഇന്ത്യയിലുള്ളതാണ്. മുഗളന്മാർ ഇന്ത്യയിലുള്ളതായിരുന്നില്ല, ഇന്ത്യയിലേക്ക് വന്നതാണ്. ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാക്കിയവർ ഇന്ത്യയിലേക്ക് വന്നവരാണ്. പക്ഷെ അവരൊക്കെ ഞാൻ ഒറ്റ ചരടിൽ കോർത്ത് പറയാനുള്ള കാരണം, അവരൊക്കെ തന്നെ ഇന്ത്യക്കാരായി ഇന്ത്യ ഭരിക്കാനാണ് തീരുമാനിച്ചത്. മുഗളന്മാർ ഇന്ത്യക്കാരായി മാറുകയാണ്. ബാബർ ഇന്ത്യക്കാരനായി മാറിക്കൊണ്ടാണ് ഇന്ത്യ ഭരിച്ചത്. പക്ഷെ ബ്രിട്ടീഷുകാർ അതായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കാനായിരുന്നില്ല, അവർ കച്ചവടത്തിന് വന്നു. കച്ചവടത്തിനായിരുന്നു അവർക്ക് ഭരണം, അധികാരം, കോളനി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ യുദ്ധമുണ്ടായത്, അവർക്കെതിരെ സമരങ്ങൾ ഉണ്ടായത്. അങ്ങനെ യൂറോപ്യൻ ശക്തികൾ മുഴുവൻ കച്ചവടത്തിനായി വരികയും കച്ചവടത്തിന് കൂടുതൽ വ്യാപ്തി ലഭിക്കുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനും വേണ്ടി അവർ ഇന്ത്യയെ കോളനിയാക്കുകയും ചെയ്തു, ഇന്ത്യയിലെ ചില പ്രദേശങ്ങളെ. അങ്ങനെ വന്നവരാണ് ആദ്യം പോർച്ചുഗീസുകാർ ആദ്യം എത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി 1498 പോർച്ചുഗീസുകാരാണ്. ഓർത്തു വയ്ക്കുക, ആരാണ്? പോർച്ചുഗീസുകാർ. ഇപ്പൊ നോക്കൂ, ആ വർഷത്തെ ഒന്ന് ഓർത്തു വെച്ച് നോക്കൂ. 1498, 1500 സാമൂതിരിയാണ് ആ മലബാർ പ്രദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി രാജമുണ്ട്, തിരുവിതാംകൂർ അങ്ങനെയായി നിൽക്കുന്നു. 3 നാട്ടുരാജ്യങ്ങളായി കേരളം നിൽക്കുന്നു. 1498 കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ആദ്യമെത്തിയ വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്, യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലും മറക്കണ്ട. അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ, 1498. അത് കഴിഞ്ഞ് 1595 ഡച്ചുകാർ എവിടെ എത്തുന്നത്? ഇന്ത്യയിലെത്തുന്നത്. പിന്നീടും 9 വർഷം കഴിഞ്ഞ് 1604 ഒരു ഡച്ച് കപ്പൽ കേരള തീരത്തെത്തുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നത് തന്നെ 1600. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നത് തന്നെ 1600. പിന്നീട് സൂറത്തിലൊക്കെ എത്തിയിട്ടാണ് നമ്മുടെ ഇവിടേക്ക് എത്തുന്നത്. പിന്നീട് ചെന്നൈയിൽ എത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്നാണ് പിന്നീട് മെല്ലെ അതിന് മുന്നേ തന്നെ ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അവരുടെ സാമ്രാജ്യം എന്നുള്ള നിലയിൽ വികസിക്കുന്നു. പിന്നീടാണ് ഫ്രഞ്ചുകാർ എത്തുന്നത്. പക്ഷേ ഈ പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്നു. പിന്നീട് വന്ന ഡച്ചുകാർ പോർച്ചുഗീസുകാരെക്കാൾ കൂടുതൽ ആധിപത്യം കേരളത്തിൽ സ്ഥാപിച്ചു. ആ ഡച്ചുകാര് പരാജയപ്പെടുന്നു. അതാണ് കുളച്ചൽ യുദ്ധം. ആരുമായി പരാജയപ്പെടുന്നു? മാർത്താണ്ഡവർമ്മയുമായി പരാജയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ രാജാവ്. അദ്ദേഹത്തിനെ അതിനെ സഹായിച്ചത് ബ്രിട്ടീഷുകാർ. അതാണ് 1741 കൂടി ഡച്ചുകാരുടെ കഥ കഴിഞ്ഞു. കാരണം കുളച്ചൽ യുദ്ധത്തിൽ
ആര്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അവരുടെ സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയ് കീഴടങ്ങുന്നു. പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിൽ ചേരുന്നു. അദ്ദേഹം വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ഫ്രഞ്ചുകാരുണ്ട് ഇവിടെ. പക്ഷെ ഫ്രഞ്ചുകാരെയും ബാക്കി എല്ലാ വിദേശ ശക്തികളെയും പല പ്രകാരേണ അപ്രസക്തരാക്കിക്കൊണ്ടു ബ്രിട്ടൻ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക്. അതിന് തുടക്കം വരുന്നത് 1757 പ്ലാസി യുദ്ധമാണ്. അതുവരെ കച്ചവടവും അതിനാവശ്യമായ പട്ടാളക്കാരെയും മാത്രം സംരക്ഷിക്കുകയായിരുന്ന ബ്രിട്ടൻ അവരുടെ സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ 1757 ബംഗാളിലെ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി. 1757. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട, ബ്രിട്ടീഷ് രാജിന് തുടക്കമിട്ട യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. പിന്നീട് 1857 ആകുമ്പോഴേക്കും മറ്റെല്ലാ വിദേശ ശക്തികളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പല തന്ത്രങ്ങൾ, സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമം, നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള പലതരത്തിലുള്ള അലയൻസിലൂടെ മറ്റ് നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കൽ, ആ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കൽ, അങ്ങനെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 1857 ആകുമ്പോഴേക്കും ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നുണ്ട്. ഈ 100 വർഷം ഇന്ത്യൻ ജനത വെറുതെ ഇരിക്കുന്നില്ല. ഇന്ത്യൻ ജനത ഒറ്റയ്ക്കും തറ്റയ്ക്കുമായി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരം നടത്തുന്നുണ്ട്. അഞ്ചുതെങ്ങിൽ സമരം നടക്കുന്നുണ്ട്, ആറ്റിങ്ങലിൽ കലാപം നടക്കുന്നുണ്ട്, കുളച്ചിലിൽ കലാപം നടക്കുന്നുണ്ട്, പഴശ്ശിരാജ, വേലുത്തമ്പി തളവ, എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ. അവരുടെ ജീവിതത്തെ വഴിമുട്ടിക്കുകയാണ്. രാജാവിന്റെ ജീവിതമാണെങ്കിലും, സാധാരണ കർഷകരുടെ ജീവിതമാണെങ്കിലും, ആദിവാസികളുടെ ജീവിതമാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തെ വഴിമുട്ടിച്ചുകൊണ്ട് കനത്ത നികുതി, അതല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ഒറ്റപ്പെട്ട സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സന്താൽ സമരം, നീലം കർഷകരുടെ സമരം, സന്യാസി കലാപം, അങ്ങനെ ഒട്ടനവധി കലാപങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെമ്പാടും. പക്ഷെ 1857 ആകുമ്പോഴേക്കും വ്യത്യസ്ത ജനവിഭാഗങ്ങളും വ്യത്യസ്ത പ്രദേശങ്ങളും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടനെതിരെ സമരം നടത്തുന്നതുകൊണ്ടാണ് 1857 സമരം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. ആ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്നാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് തുടക്കമാകുന്നത്. പിന്നീടും കുറച്ചു കാലം അത് രൂപപ്പെട്ടു വരാൻ, ഒരു സംഘടിത രൂപമാകാൻ കുറച്ചു കാലം പിടിച്ചു എന്നേ. ഓക്കെ, ഇതാണ് ആ കാലഘട്ടത്തിന്റെ ചരിത്രം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇവിടെ നമ്മൾ ഓപ്ഷൻ എടുത്തു നോക്കുമ്പോൾ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. 1748 നമുക്ക് കൃത്യമായ വർഷം ബോധമില്ലെങ്കിൽ, പക്ഷെ അത് 1548 അവിടെ നിങ്ങൾക്കറിയാം 1600 ബ്രിട്ടൻ വന്നത്. ബ്രിട്ടന്റെ സഹായം 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. അവരുടെ സഹായം മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 1600 മുൻപേ ആയില്ല, 1600 ശേഷമാണെന്ന് അറിയാലോ. ഇങ്ങനെ മെല്ലെ മെല്ലെ ചരിത്രബോധം വരുമ്പോൾ ഇത് പ്രിസൈസ് ആയിട്ട് പറയാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെത്താൻ വികസിച്ചിരിക്കും. അല്ല, അത് കാണാപ്പാടം പഠിക്കല്ല വേണ്ടത്. പിന്നീട് ആവർത്തിച്ച് വരുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഈ കാണാപ്പാടം പഠിക്കൽ, ബോറടിക്കലാണ് PSC പഠനം നിങ്ങൾ എവിടേക്കെങ്കിലും വെച്ച് നിർത്തിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അത് ശരിയാണല്ലോ. ഇപ്പൊ 2 ശരിയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ 1ഉം 3ഉം തെറ്റാണ് നമുക്ക് മനസ്സിലായി. നേരത്തെ നമ്മൾ എന്ത് കണ്ടു? ആദ്യം പോർച്ചുഗീസുകാർ വന്നു, അല്ലേ? പിന്നീടാണ് ഡച്ചുകാർ വരുന്നത്, പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നു, പിന്നീട് ഫ്രഞ്ചുകാർ വരുന്നു. പോടാ ബീഫെ എന്നോർത്ത് വെച്ചാൽ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ, ഡച്ചുകാർ. അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോയി. അപ്പോഴും നാമമാത്രമായ കോളനികൾ ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലുണ്ട്. അവരവിടെ നിന്ന് വിട്ടുപോയില്ല. 1947 കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ 1954 ആര് പോകുന്നുണ്ട്? 1954 7 വർഷം കഴിഞ്ഞു ഫ്രഞ്ചുകാർ പോകുന്നു. നമ്മുടെ മാഹി അടക്കം വിമോചിതമാകുന്നു. പിന്നീട് 7 കൊല്ലം കഴിഞ്ഞാണ് 1961 ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെയാണ് ആരേനെ പോർച്ചുഗീസുകാരുടെ ഗോവയിലേക്ക്, പോർച്ചുഗീസ് കോളനിയായ ഗോവയിലേക്ക് ഇന്ത്യൻ സൈന്യം കയറി ഗോവയെ മോചിപ്പിക്കും.
അപ്പോൾ ആദ്യം വന്നതും പോർച്ചുഗീസുകാരാണ്, അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. അങ്ങനെയും കമ്പയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ചു വയ്ക്കും. അപ്പോൾ അവിടെ ക്ലിയർ ആയല്ലോ. ഈ മൂന്നെണ്ണവും എവിടെയുണ്ട്? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പലയിടത്തായി ചെതറി കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നിച്ച് തന്നു എന്ന് മാത്രം. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഈ യൂറോപ്യൻ ശക്തികൾ വന്നതുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ചില ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നാണ് അച്ചടി, പുസ്തകങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, വിദ്യാഭ്യാസം. ഈ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യയിൽ ഒട്ടനവധി പുരോഗതി ഉണ്ടാക്കാൻ ആധുനിക നീതിന്യായ വ്യവസ്ഥ, ആ നീതിന്യായ ബോധം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിനെതിരെയുള്ള ഊർജം ഒക്കെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ, തപാൽ തുടങ്ങിയ ആധുനിക കാര്യങ്ങൾ നമ്മളിതിനെ കണ്ടില്ല എന്ന് വെച്ചു. അങ്ങനെ ഡച്ചുകാർ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും ആകെ നൽകിയ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തുസ് മലബാരിക്കാസ്, കേരളാരാമം എന്ന് പറയുന്ന പുസ്തകം. ഹോർത്തുസ് മലബാരിക്കാസ് വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് മലബാരിക്കാസ് പ്രസിദ്ധീകരിച്ചത്. ഡച്ചുകാരുടെ പ്രവേശനം 1595 ഇന്ത്യയിൽ, 1604 ആദ്യത്തെ ഡച്ച് കപ്പൽ കേരളത്തിൽ, 1498 പോർച്ചുഗീസുകാർ എത്തിയിട്ടേ മറക്കരുത്. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ് കേട്ടോ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ്. അവരുടെ അധികാര കേന്ദ്രം കുളച്ചൽ, കന്യാകുമാരിയാണ്. കുളച്ചൽ യുദ്ധം ഓർത്തു വയ്ക്കുക. മാർത്താണ്ഡവർമ്മ ആണ് പരാജയപ്പെടുത്തിയത്. ഡച്ചുകാരുടെ ആദ്യ തോൽവി കുളച്ചൽ യുദ്ധമാണ്. യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10 1741 മൂത്തറാണിയെ ഇളയടത്തു സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചതാണ് ആ യുദ്ധത്തിന് കാരണം. മാർത്താണ്ഡവർമ്മയെ ബ്രിട്ടീഷുകാർ സഹായിച്ചു. കീഴടങ്ങിയ ഡച്ച് സേനാ നായകൻ ഡിലനോയ് ആണ്. പിന്നീട് വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടതും ഡിലനോയ് ആണ്. ഹോർത്തുസ് മലബാരിക്കാസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള പ്രശസ്ത പുസ്തകമാണ് ഹോർത്തുസ് മലബാരിക്കാസ്. വാമൊഴിയായി ചില പ്രാചീന ഗ്രന്ഥങ്ങളിൽ മാത്രം രേഖപ്പെടുത്തിയിരുന്ന ഈ ഔഷധ സസ്യങ്ങളെ ക്രോഡീകരിച്ച് 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. 12 വാല്യങ്ങളിലായി. അതിൽ ആദ്യത്തെ വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്, എല്ലായിടത്തും കാണുന്ന തെങ്ങാണ്. അവസാനത്തെ വൃക്ഷം എന്ന് പറയുന്നത്, അവസാനം പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം ആലാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഹോർത്തുസ് മലബാരിക്കാസ്. ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചത്. അഡ്മിറൽ വാൻ റീഡാണ് ഈ പുസ്തകം രചിച്ചത്. വാൻ റീഡ് മറക്കണ്ട. കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന പുസ്തകമാണ് ഹോർത്തുസ് മലബാരിക്കാസ്. പ്രസിദ്ധീകരിച്ചത് 1678 1703 കാലഘട്ടത്തിലാണ്. പാഠപുസ്തകത്തിൽ അത് 1678 മുതൽ 1693 വരെയാണ്. അങ്ങനെ വന്നാൽ അങ്ങനെ എഴുതുക. 1678 to 1703 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ശരിയായ ഓപ്ഷൻ. 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ഹോർത്തുസ് മലബാരിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്, അവസാന വൃക്ഷം ആലാണ്. ഇതിന്റെ രചനയിൽ സഹായിച്ചവരെയും PSC പരീക്ഷയ്ക്ക് ചോദിച്ചു. മലയാളി വൈദ്യനായ ഇട്ടി അച്യുതൻ. ആ ഡച്ചുകാർക്ക് വന്നിട്ട് ഇതിനായിട്ട് ക്രോഡീകരിച്ച് എഴുതാൻ പറ്റില്ലല്ലോ അല്ലേ? ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ വേണം. അങ്ങനെയുള്ള ധാരണയുള്ള ആളായിരുന്നു ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനാണ് ഹോർത്തുസ് മലബാരിക്കസ് പ്രിപ്പയർ ചെയ്യുന്നതിന് സഹായിച്ച മലയാളി വൈദ്യൻ. ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരും സഹായിച്ചിട്ടുണ്ട്. കർണാടകയിലുള്ള രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് ഒക്കെ ഭട്ടുമാരാണ്, ഓർത്തിരിക്കുക. കാർമൽ പുരോഹിതനായ ജോൺ മാത്യൂസ്. ഹോർത്തുസ് മലബാരിക്കാസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാറ്റിൻ ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷൻ? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ഇത്രയും കാലഘട്ടത്തിനിടയിൽ. ഇതിനിടയിൽ നമുക്കറിയാം, ശശി തരൂർ കഴിഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത് അല്ലേ? ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം ഒറ്റപ്പാലം സമ്മേളനത്തിലല്ല, അമരാവതി സമ്മേളനത്തിലാണ്. പാലക്കാട്ടുകാരനാണ്, അതുകൊണ്ട് ഒറ്റപ്പാലം എന്ന് വിചാരിക്കേണ്ട. അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റുമാരും അവരുടെ പ്രത്യേകതകളും ചോദിക്കാറ് അല്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. സമ്മേളനം ഏതാണ്? അമരാവതി സമ്മേളനമാണ്. കൊല്ലം ഏതാണ്?
ആ കൊല്ലം 1897. ഓർത്തിരിക്കുക, 1897 അമരാവതിയിൽ വെച്ചാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്. അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണോ ചേറ്റൂർ ശങ്കരൻ നായർ? അല്ല, പി അനന്ത ചാർലു ഉണ്ട്. പി അനന്ത ചാർലു ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. രണ്ടാമത്തെ ആളാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളോടോ അദ്ദേഹത്തിന്റെ സമര രീതികളോടോ ചേറ്റൂർ ശങ്കരൻ നായർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയും അരാജകത്വവും എന്നൊരു പുസ്തകം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത്. ഇദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച ആളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നിങ്ങൾക്കറിയാം 1919 ഏപ്രിൽ 13 ദാരുണമായ ഒരു സംഭവമാണ്. റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള സംഭവങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത്. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കറുത്ത നിയമമായിരുന്നു. ആ റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ആളായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന ഏക ഇന്ത്യക്കാരനും ആര് തന്നെയായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ തന്നെയായിരുന്നു. പക്ഷേ ആ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നു. പഞ്ചാബിലാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം നടക്കുന്നത്, അല്ലേ? സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവർ അതിന് നേതൃത്വം നൽകുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ നിരായുധരായ ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുചേരുന്നു. അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ അവർക്ക് നേരെ അകാരണമായി വെടിവെക്കുന്നു. വെടിവെപ്പിന്റെ ഭാഗമായി ഒട്ടനവധി ജനങ്ങൾ മരണപ്പെടുന്നു. ഈ അടുത്ത കാലത്താണ് ബ്രിട്ടൻ അതിന് മാപ്പ് പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ മറ്റ് പ്രധാന കോൺഗ്രസ് പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? അതിൽ ആദ്യ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന്റെ ആദ്യ പാഴ്സി പ്രസിഡന്റ് എന്നുള്ളതിനേക്കാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ആള് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ആള് ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തൊയ്യാബ്ജിയാണ്. ആദ്യ വിദേശി അഥവാ യൂറോപ്യൻ പ്രസിഡന്റ് ജോർജ് യൂളാണ്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് 1855 ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. അതിന് കാരണമായ പ്രവർത്തനം നടത്തിയതും അതിന് തുടക്കമിട്ടതും ഏവോ ഹ്യൂമാണ്, ഒരു വിദേശിയാണ്. പക്ഷെ ഏവോ ഹ്യൂം അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. WC ബാനർജി പ്രസിഡന്റും സെക്രട്ടറിയായി ഏവോ ഹ്യൂമും എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ഏവോ ഹ്യൂം തന്നെ. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യ വിദേശിയായ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് മറക്കണ്ട, ജോർജ് യൂൽ ആണ്. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയാണ്. ഓർത്തു വെക്കുക, ആദ്യ ദക്ഷിണേന്ത്യ പ്രസിഡന്റ് പി അനന്ത ചാർലു ആണ്. ആദ്യ 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി WC ബാനർജിയാണ്. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയാണ് ദാദാഭായ് നവറോജി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജിയെ ഓർക്കുമ്പോൾ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ആളാണ്. അത് കൂടാതെ തന്നെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയാണ് ദാദാഭായ് നവറോജി. വനിതാ നേതാക്കളെ കുറിച്ചും മറക്കണ്ട, അല്ലെ? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത ആരാ? അതും ഒരു വിദേശിയാണ്. ആരാണവർ? ആനി ബെസന്റ് ആണ്, അല്ലെ? 1916 ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വനിതാ പ്രസിഡന്റ് ആകുന്നത് 1916. ആരാണത്? ആനി ബെസന്റ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആനി ബെസന്റിനെ ഓർക്കുമ്പോൾ നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനത്തെ ഓർക്കുമല്ലോ, അല്ലെ? അയർലൻഡിനെ മാതൃകയാക്കി ഹോം റൂൾ പ്രസ്ഥാനം, സ്വരാജ്, ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെട്ടത്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെട്ടത് ആനി ബെസന്റ് മാത്രമല്ല, ബാലഗംഗാധര തിലക് കൂടി ഉണ്ട്. ആനി ബെസന്റ് മദ്രാസിനടുത്തുള്ള ആടയാർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചത്, ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയതെങ്കിൽ ബാലഗംഗാധര തിലകൻ പൂനെയിലാണെന്ന് മാത്രം. രണ്ടുപേരുമുണ്ട്. പക്ഷേ ഈ പ്രവർത്തനം ആരംഭിക്കുന്ന 1916 അതേ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഒരു വനിത എത്തുന്നത്. അതും ആനി ബെസന്റ് തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും
മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 3 പ്രസിഡന്റുമാരെ നോക്കിയാൽ ഒന്നാമത്തെ പ്രസിഡന്റ് ആനി ബെസന്റ്, വനിതാ പ്രസിഡന്റുമാരെ നോക്കിയാൽ ഒന്നാമത്തെ പ്രസിഡന്റ് ആനി ബെസന്റ്, രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യക്കാരി സരോജിനി നായിഡു, പിന്നെയും ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നുണ്ട്, അത് വനിതാ പ്രസിഡന്റ് ഉണ്ടാവുന്നുണ്ട്, അത് നെല്ലിസൺ ഗുപ്ത, വിദേശ വനിത തന്നെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റുമാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ ചോദിച്ചാറുണ്ട്? JB കൃപലാനി. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആദ്യം അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആൾ ഇന്ത്യ റേഡിയോയിലൂടെ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് JB കൃപലാനിയാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റായത് പട്ടാഭി സീതാരാമയ്യാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. 100ാം വാർഷിക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് ഗാന്ധിയാണ്. 100ാം വർഷത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ്. 125ാം വർഷത്തിൽ സോണിയാഗാന്ധി. രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി. 100, 125. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായി തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയും സോണിയ ഗാന്ധി തന്നെയാണ്. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. അടുത്ത ഒരു ചോദ്യം APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇതൊക്കെയാണ് തെറ്റ്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്, ഇദ്ദേഹം ആയിരുന്നു ഇന്ത്യയുടെ മിസൈൽ മാൻ അല്ലെ. മിസൈൽ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ മിസൈൽ വരയ്ക്കുക അല്ലെ? സാധാരണയായിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു മിസൈൽ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനത്തെ മിസൈൽ. ഇത് മിസൈൽ. ആ മിസൈൽ 2 വരണ്ടല്ലോ. ആ 2 വരയെന്ന് ഓർത്തു വെച്ചോളൂ. 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി കൂടിയാണ്. ഇത് ചോദിക്കാം. മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ ചോദിക്കാം. അപ്പോ തെറ്റായതാണ്, ഇത് ശരിയാണ്. അതുകൊണ്ട് 1 വരാൻ പാടില്ല. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അത് വരാൻ പാടില്ല, കാരണം അത് ശരിയാണ്. ഓപ്ഷനിൽ വരാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് 2ഉം ഒഴിവായി. ഇനി ബിയും ഡിയും നോക്കിയാൽ മതി. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തെറ്റാണ്, രാമേശ്വരത്താണ് ജനിച്ചത്. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലല്ല, രാമേശ്വരത്തിലാണ്. അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതുന്നത് ലളിതാംബിക അന്തർജനമാണ്. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ ആണ് അബ്ദുൽ കലാമിന്റെ പുസ്തകം. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ 2ഉം 4ഉം ആണ് ശരി. അതുകൊണ്ട് ബി ആണ് ഓപ്ഷൻ കറക്റ്റ്. അല്ല സോറി, തെറ്റ് എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. അതുകൊണ്ട് ബി ആണ് ഓപ്ഷൻ. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇത് 2ഉമാണ് തെറ്റ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ APJ അബ്ദുൽ കലാം ജനനം 1931 മരണം 2015 ഒരു പ്രസംഗവേദിയിൽ കുഴഞ്ഞു വീണുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മുഴുവൻ പേര് എന്താണ്? അവുൽ പക്കീർ ജലാബ്ദീൻ അബ്ദുൽ കലാം. APJ എന്നുള്ളതിന് അവുൽ പക്കീർ ജലാബ്ദീൻ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ധാരാളം നന്നായി ഓർമ്മിക്കണം. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ ഓർത്തിരിക്കുക. അവസാനമായി രചിച്ച പുസ്തകം അഡ്വാൻറ്റേജ് ഇന്ത്യ. അതുപോലെ തന്നെ വിഷൻ ഫോർ ഇന്ത്യ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇഗ്നൈറ്റ് മൈൻഡ്സ് അദ്ദേഹത്തിന്റെ കൃതിയാണ്, ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് ആൻഡ് കലാം, ടേണിംഗ് പോയിന്റ്സ്, മിഷൻ ഇന്ത്യ, ഫോർജ് യുവർ ഫ്യൂച്ചർ, ഗൈഡിങ് സോൾസ്. അതിൽ നന്നായിട്ട് ഓർത്തു വയ്ക്കുക. അഗ്നിച്ചിറകുകൾ നന്നായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്ത് കലാമിന്റെ നേട്ടങ്ങൾ. അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ്. ISROയുടെ PSLV പ്രൊജക്റ്റിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. PSLV എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കുറഞ്ഞ ചിലവ്. ഓക്കെ, അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളും സ്റ്റാർ വാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ എടുക്കുന്ന സിനിമയേക്കാൾ കുറഞ്ഞ ചെലവിലാണ് ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. ലോകമാകെ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യയെ തേടുന്ന കാലമാണ്. അപ്പോൾ അതിലെ PSLV അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം, ലോഞ്ചിങ് വെഹിക്കിൾ. അതിലെ പ്രധാന പങ്കുവഹിച്ച ആളാണ്. ആ SLV-2 പ്രഥമ ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിച്ച ടീമിന്റെ ലീഡറാണ്. മാത്രമല്ല പ്രഥമ ഇന്ത്യൻ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകി. 1998 ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് നിങ്ങൾക്കറിയാലോ. പൊക്രാൻ 2 നേതൃത്വം നൽകുന്നു. ശാസ്ത്ര ലോകത്ത്
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ പക്ഷെ K ശിവനാണ്, അതൊരു മലയാളിയാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ദിതു കരിതലാണ്. ആരാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ? റിതു കരിതലാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ് ആണ്, അത് മലയാളിയാണ്. അപ്പൊ മിസൈൽ മാൻ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ടെസ്സി തോമസ് മലയാളിയാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ മലയാളി. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ദിതു കരിതൽ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. അഗ്നിസാക്ഷിയല്ല, വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. അപ്പൊ അവസാനം വരെ ക്ലാസ് കണ്ടുവരുന്നുണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.